വെൽക്കം ടു സിമ്മൂസ് കിച്ചൻ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്, അതും തമിഴ് സ്റ്റൈലുള്ള. അപ്പം നമുക്ക് ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ഇതൊരു 4 പച്ചമുളക് ചെറുതായി കീറിയതാണ്, പിന്നെ ഒരു 2 ടീസ്പൂൺ ഗാർലിക് നടുവേ കീറിയത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഓയിൽ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു പട്ടയുടെ ഇല, ഒരു 2 ചുവന്ന മുളക്, ഒരു 3 ഏലക്ക, പിന്നെ ഒരു 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട. ഇതൊരു 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ്, പിന്നെ ഇതൊരു 5 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 കപ്പ് റൈസ് ഞാൻ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തതാണ്. ഇതിപ്പോൾ ഒന്ന് വേവിച്ച് നല്ലോണം തണുത്ത റൈസാണ്. നമുക്ക് ഈ ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ, അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പട്ടയുടെ ഇല, പിന്നെ 3 ഏലക്ക, ഒരു ചെറിയ കറുവാപ്പട്ടയുടെ കഷ്ണം, രണ്ട് ഗ്രാമ്പൂ, പിന്നെ 2 ചുവന്ന മുളക്, ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഈ സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ സവാള ഒന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ആ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ ഒന്ന് ചെറുതായി മൊരിഞ്ഞു വരണം. ഇനി നമുക്കിതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ആ തക്കാളി ഒന്ന് അതുമായിട്ട് നന്നായി യോജിക്കുന്ന വരെ നമുക്കൊന്ന് സിമ്മിലിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ കുറെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില പൊടിച്ചത്, മല്ലിയില പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരല്പം നെയ്യ് ഒഴിച്ചെടുക്കുക, ഒരു 1/2 ടേബിൾ സ്പൂൺ.
നമ്മുടെ തക്കാളിയും മല്ലിയിലയും എല്ലാം കൂടി നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റൈസിന് ഇടാം. എന്താ നമ്മൾ മുഴുവൻ ചോറിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചോറൊക്കെ മുഴുവൻ ഇളക്കി എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ മൂടി അടച്ചു വെച്ച് സിമ്മിൽ ഇടാം. നമ്മുടെ ടേസ്റ്റ് ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരേക്കും ബൈ.